സെൻട്രൽ സിലബസിലുള്ള കുട്ടികൾ കായിക മേഖലയിൽ കൂടുതൽ അവസരം ഒരുക്കണം എന്ന ഒരു ആവശ്യം. മത്സരാർത്ഥികളുടെ എണ്ണം വർദ്ധിച്ചു, അതോടൊപ്പം തന്നെ അവരുടെ മികവ് കൂട്ടുന്നതിന് സാധിച്ചു എന്നുള്ളതാണ്. സംസ്ഥാന സ്പോർട്സ് കൗൺസിലിൻ്റെ നിർദ്ദേശങ്ങൾക്ക് അനുസൃതമായിട്ട് CBSE കൗൺസിലും കൂടെ ചേർന്നായിരിക്കും പ്രവർത്തിക്കുക എന്നുള്ളതാണ് എനിക്കിവിടെ ഓർമ്മിപ്പിക്കാൻ കഴിയുന്നത്. ഇങ്ങനെയൊരു മേഖലയെ എങ്ങനെ കൂട്ടിയോജിപ്പിച്ച് കൊണ്ടുപോകുമെന്നുള്ള ഒരു ചോദ്യം ഉയർന്നിരുന്നു. ശക്തമായൊരു പ്രവർത്തനം, അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ വിജയമെന്ന് പറയുന്നത്. ഈ 5 മീറ്റിൻ്റെയും ജനറൽ കൺവീനറായി പ്രവർത്തിച്ചത് ഞാൻ തന്നെയാണ്. സംസ്ഥാന മീറ്റ് എന്ന് പറയുന്നത് 14 ജില്ലാ മീറ്റുകളുടെ തിരഞ്ഞെടുക്കപ്പെട്ട കുട്ടികളാണ് എന്നുള്ളതാണ്. വലിയൊരു നേട്ടമാണ് സെൻട്രൽ സിലബസിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ലഭിക്കുന്നത്. ഒരേ ഒരു സംസ്ഥാനം കേരളമാണ് സെൻട്രൽ സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി ഒരു അംഗീകൃത കായികമേള നടത്തുന്നത് എന്നുള്ളതും അങ്ങേയറ്റം അഭിമാനത്തോടു കൂടി പറയേണ്ട ഒരു വസ്തുതയാണ്. മത്സരിച്ച കുട്ടികൾക്ക് അതിൻ്റെ അംഗീകാര സർട്ടിഫിക്കറ്റിൻ്റെ വെളിച്ചത്തിൽ തുടർ പഠനത്തിനുള്ള അവസരം ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ നടക്കുന്ന കായികമേള ഒരു വൻ വിജയമായിക്കൊണ്ടിരിക്കുന്നു. വരും വർഷങ്ങളിൽ ഇത് എല്ലാ തലത്തിലും ഉയർന്നു വരുമെന്നുള്ളതാണ്. കേരള സ്റ്റേറ്റ് സെൻട്രൽ സ്കൂൾ സ്പോർട്സ് മീറ്റ് 2018 തുടക്കം കുറിച്ചത്. ഇത് തുടക്കം കുറിക്കാനുണ്ടായ സാഹചര്യം എന്താണെന്ന് ചോദിച്ചാൽ, സെൻട്രൽ സിലബസിലുള്ള കുട്ടികൾ, അതായത് CBSE, ICSE, കേന്ദ്രീയ വിദ്യാലയ, നവോദയ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് കായിക മേഖലയിൽ കൂടുതൽ അവസരം ഒരുക്കണം എന്ന ഒരു ആവശ്യം സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അംഗീകാരത്തോടു കൂടി വേണമെന്ന ഒരു ആവശ്യം മുന്നോട്ട് വയ്ക്കുകയും സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിൻ്റെ നേതൃത്വത്തിലാണ് അതിന് തുടക്കം കുറിച്ചത്. അങ്ങനെ ഇത് 2018 തുടങ്ങി ഇപ്പോൾ 2025 ആയപ്പോൾ 5 വർഷക്കാലം പൂർത്തീകരിക്കുകയാണ്. തുടക്കത്തിൽ ഇതിലധികം പാർട്ടിസിപ്പേഷനൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം എന്തെന്ന് ചോദിച്ചാൽ, ഇതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അത്രമാത്രം സ്കൂളുകൾക്ക് മനസ്സിലായിരുന്നില്ല എന്നതാണ്. പക്ഷേ ഓരോ വർഷം കഴിയും തോറും അതിൽ അംഗങ്ങളുടെ, അതായത് പാർട്ടിസിപ്പൻസിൻ്റെ എണ്ണം വർദ്ധിക്കുകയും തന്നെയുമല്ല നിരന്തരമായിട്ട് ഇതൊരു കായികമേള നടക്കുന്നു എന്നതുകൊണ്ട് മത്സരത്തിലുള്ള മികവ് വർദ്ധിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. 2 കാര്യങ്ങളാണ് ഇതിനകത്ത് എടുത്തു പറയേണ്ടത്. ഒന്ന്, മത്സരാർത്ഥികളുടെ എണ്ണം വർദ്ധിച്ചു, അതോടൊപ്പം തന്നെ അവരുടെ മികവ് കൂട്ടുന്നതിന് സാധിച്ചു എന്നുള്ളതാണ്. എന്തുകൊണ്ട് അങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ, ഏതൊരു മത്സരത്തിന് പോകുമ്പോഴും അതൊരു അംഗീകൃത മത്സരമാണ് എന്ന് കാണുമ്പോൾ, അതായത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഒരു അംഗീകാരത്തോടു കൂടിയുള്ളൊരു മത്സരമാണെന്ന് കാണുമ്പോൾ തീർച്ചയായും അതിൽ പങ്കെടുക്കുകയും അതിൻ്റെ ബെനിഫിഷ്യറീസായി മാറുന്നതിന് തയ്യാറാവുകയും ചെയ്യുമെന്നുള്ളതാണ്. അതാണ് ഈ കഴിഞ്ഞ 5 വർഷക്കാലത്തെ സ്പോർട്സ് മീറ്റിൻ്റെ വെളിച്ചത്തിൽ എനിക്ക് പറയാൻ കഴിയുന്നത്. ഇനി ഞാനിത് സൂചിപ്പിക്കുമ്പോൾ എടുത്തു പറയപ്പെടേണ്ട ഒരു കാര്യം, ഈ 5 മീറ്റിൻ്റെയും ജനറൽ കൺവീനറായി പ്രവർത്തിച്ചത് ഞാൻ തന്നെയാണ്. ഇങ്ങനെയൊരു ആശയം മുന്നോട്ട് വെച്ച് ഈ ഒരു മേഖലയെ ഉയർത്തിക്കൊണ്ടുവരണ ഒരു ലക്ഷ്യം മുന്നോട്ട് വെച്ച് പ്രവർത്തിക്കുന്നതിനെ ഇറങ്ങിത്തിരിച്ചു എന്നുള്ളതാണ്. അങ്ങനെ ഇറങ്ങിത്തിരിക്കുമ്പോൾ ഇങ്ങനെയൊരു മേഖലയെ എങ്ങനെ കൂട്ടിയോജിപ്പിച്ച് കൊണ്ടുപോകുമെന്നുള്ള ഒരു ചോദ്യം ഉയർന്നിരുന്നു. പക്ഷേ അതിന് മറുപടിയായിട്ട് ഞങ്ങളുടെ സംസ്ഥാനത്തെ അംഗീകൃത CBSE സ്കൂളുകളുടെ കൂട്ടായ്മയായ കൗൺസിൽ ഓഫ് CBSE സ്കൂൾസ് കേരള അതിന് നേതൃത്വം നൽകുന്നതിന് തയ്യാറാവുകയും അങ്ങനെ ഇത് ഹോസ്റ്റ് ചെയ്യുന്നത് കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിനോട് ചേർന്ന് കൗൺസിൽ ഓഫ് CBSE സ്കൂൾസ് കേരളയാണ്. അപ്പോൾ ഇങ്ങനെ രണ്ടും കൂടെ ചേർന്നുള്ള സംയുക്തമായൊരു പ്രവർത്തനം, ശക്തമായൊരു പ്രവർത്തനം, അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ വിജയമെന്ന് പറയുന്നത്. അപ്പം കൗൺസിലിൻ്റെ സമീപനവും സഹകരണവും ഏറ്റവും എടുത്തു പറയത്തക്ക ഒരു കാര്യം തന്നെയാണ്.
ഇതിൻ്റെ നടത്തിപ്പിൻ്റെ രീതി എങ്ങനെയെന്ന് ചോദിച്ചാൽ സംസ്ഥാനത്തെ 14 ജില്ലകളിലും ജില്ലാ ട്രയലുകൾ സംഘടിപ്പിക്കുന്നു. അവിടെ അതായത് ജില്ലയിലെ കളക്ടറെ ചെയർമാനായി ഒരു സംഘാടക സമിതി രൂപീകരിച്ച് 14 ജില്ലാ തലത്തിലുള്ള ട്രയൽ സംഘടിപ്പിച്ച് ട്രയലിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന കുട്ടികളാണ് മീറ്റിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ ഈ സംസ്ഥാന മീറ്റ് എന്ന് പറയുന്നത് 14 ജില്ലാ മീറ്റുകളുടെ തിരഞ്ഞെടുക്കപ്പെട്ട കുട്ടികളാണ് എന്നുള്ളതാണ്. അപ്പോൾ അവരെല്ലാ അർത്ഥത്തിലും നല്ല നിലവാരം പുലർത്തുന്നവരാണ്. അപ്പോൾ ഇനി നിലവാരത്തിൻ്റെ ഉയർച്ചയെക്കുറിച്ച് പറഞ്ഞാൽ 5ാമത്തെ കായികമേള എത്തിയപ്പോഴേക്കും കുട്ടികളുടെ നിലവാരം വളരെയധികം ഉയർന്നു. ഇന്നലെയും ഇന്നുമായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ കായികമേളയിൽ അവർ റെക്കോർഡ് വിജയം തന്നെ കൈവരിച്ചിരിക്കുന്നു എന്നതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ ഇതുകൊണ്ട് വലിയൊരു നേട്ടമാണ് സെൻട്രൽ സിലബസിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ലഭിക്കുന്നത്. ഇന്ത്യയിൽ തന്നെ ഒരേ ഒരു സംസ്ഥാനം കേരളമാണ് സെൻട്രൽ സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി ഒരു അംഗീകൃത കായികമേള നടത്തുന്നത് എന്നുള്ളതും അങ്ങേയറ്റം അഭിമാനത്തോടു കൂടി പറയേണ്ട ഒരു വസ്തുതയാണ്. CBSE അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് ഫോളോ ചെയ്തിരിക്കുന്ന സിലബസ് എന്ന് പറയുന്നത് ദേശീയ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി NEP 2020 അതിൻ്റെ ഭാഗമായിട്ട് വിദ്യാർത്ഥികളിൽ ഒരു സമഗ്ര വികസനം ആവശ്യമാണ്, ഹോളിസ്റ്റിക് എഡ്യൂക്കേഷൻ. അപ്പോൾ അതിൻ്റെ ഭാഗമാണ് കായികം എന്ന് പറയുന്നത്. അതിൽ നിന്നും കുട്ടികളെ ഒരു രീതിയിലും അകറ്റി നിർത്താൻ സാധ്യമല്ല. ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ ഈ നടക്കുന്ന കായികമേള ഒരു വൻ വിജയമായിക്കൊണ്ടിരിക്കുന്നു. വരും വർഷങ്ങളിൽ ഇത് എല്ലാ തലത്തിലും ഉയർന്നു വരുമെന്നുള്ളതാണ്. പിന്നെ ഇപ്പോൾ ഒരു വിഷയം പറയുമ്പോൾ ഇത് ഞങ്ങളൊരു തുടക്കം ഒരു അത്ലറ്റിക്സിൽ മാത്രം കേന്ദ്രീകരിച്ചിട്ടുണ്ടെങ്കിൽ വരും വർഷങ്ങളിൽ അതിൽ കൂടുതൽ സ്പോർട്സ് ഐറ്റംസും കൂടെ ഉൾക്കൊള്ളിച്ചു കൊണ്ട് പോകണമെന്നുള്ള നിർദ്ദേശം പല ഭാഗങ്ങളിൽ നിന്ന് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ വെളിച്ചത്തിൽ അതിനെക്കുറിച്ച് ചിന്തിച്ച് കൂടുതൽ ശക്തമായിട്ട് പോകുന്നതിനുള്ള ഒരു നടപടി കൈക്കൊള്ളും. എന്തായിരുന്നാലും ഏതൊരു തീരുമാനവും എടുക്കുമ്പോൾ അതായത് സംസ്ഥാന സ്പോർട്സ് കൗൺസിലിൻ്റെ നിർദ്ദേശങ്ങൾക്ക് അനുസൃതമായിട്ട് CBSE കൗൺസിലും കൂടെ ചേർന്നായിരിക്കും പ്രവർത്തിക്കുക എന്നുള്ളതാണ് എനിക്കിവിടെ ഓർമ്മിപ്പിക്കാൻ കഴിയുന്നത്. കുട്ടികളൊക്കെ ഒരു കാര്യം നമ്മൾ അവസരം പ്രൊവൈഡ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് ഈ ഒരു തലത്തിലേക്ക് കുട്ടികളെ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയൂ എന്നുള്ളത് ഈ മീറ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നതിന് സാധിച്ചു. അവസരമില്ലായിരുന്നുവെങ്കിൽ ഇത്ര ശക്തമായ ഒരു തലത്തിൽ ഈ കുട്ടികൾ മുന്നോട്ട് വരുമായിരുന്നില്ല. കുട്ടികൾക്ക് കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ എന്താണോ അവരുടെ കൗൺസിലിൻ്റെ തീരുമാനം എന്താണോ ആ തീരുമാനം അനുസരിച്ചിട്ടായിരിക്കും. ഇപ്പോൾ അംഗീകാര സർട്ടിഫിക്കറ്റാണ് കിട്ടുന്നത്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെയും ഇവർക്ക് മത്സരിച്ച കുട്ടികൾക്ക് അതിൻ്റെ അംഗീകാര സർട്ടിഫിക്കറ്റിൻ്റെ വെളിച്ചത്തിൽ തുടർ പഠനത്തിനുള്ള അവസരം ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. തുടർ പഠനമെന്ന് പറയുമ്പോൾ ഏതൊക്കെ മേഖലകളാണ് അവർ ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്നത് ആ മേഖലകളിലൊക്കെ അംഗീകാരം ലഭിച്ച് കുട്ടികൾക്ക് തുടർന്ന് പഠിക്കുന്നതിനുള്ള അവസരം ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. കുറച്ചും കൂടെ ശക്തമായ തലത്തിലേക്ക് ഇങ്ങനെ ഒരു ശക്തമായ ഒരു പ്രവർത്തന ശൈലി ഉണ്ടെങ്കിൽ മാത്രമേ ഏതൊക്കെ മേഖലകളിലേക്ക് നമുക്ക് കടന്നു ചെല്ലാമെന്ന് നമുക്ക് തീരുമാനിക്കാൻ കഴിയുള്ളൂ. ഇപ്പോൾ അതൊക്കെ തീരുമാനിക്കുന്നത് ഗവൺമെൻറ്റാണ്. ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രവർത്തനമാണല്ലോ കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ. ഇത് തുടക്കം കുറിക്കുമ്പോൾ പറയേണ്ട ഒരു കാര്യം, ഇത് തുടങ്ങിയ ഈ ഒരു വിഷയം ഇങ്ങനെ ഒരാശയം നമ്മളുടെ മുൻപിലേക്ക് കൊണ്ടുവരുന്നത് 2018 അന്നത്തെ ഒളിമ്പ്യൻ മേഴ്സിക്കുട്ടൻ മാഡമാണ് ഈ ഒരു ആശയം അന്നത്തെ പ്രസിഡൻറ്റിൻ്റെ മുൻപിൽ വെക്കുകയും 2018 പിന്നീട് അതിനെക്കുറിച്ച് ചർച്ചകൾ നടത്തി. ഈ ഒരു അവസരത്തിൽ അവരെയൊന്നും വിസ്മരിക്കാൻ സാധ്യമല്ല. അതിനുശേഷം വന്ന ആ ഒരു ഭരണസമിതികളെല്ലാം കൂടെ ചേർന്ന് നിന്നുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംരംഭത്തിന് സംസ്ഥാന തലത്തിൽ തുടക്കം കുറിച്ചത് എന്നുള്ളത്. അത് വളരെ അഭിമാനത്തോടുകൂടി ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ് ഞാൻ. വരും വർഷങ്ങളിലെ സ്പോർട്സും കൂടെ അതായത് അത്ലറ്റിക്സിനോടൊപ്പം ബാക്കി ഐറ്റംസും കൂടെ ഒക്കെ ചേർത്തുകൊണ്ട് ഇത് വിപുലമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് സംഘാടകരായ ഞങ്ങളുടെയും താല്പര്യം. അതോടൊപ്പം തന്നെ ഈ ആവശ്യം ഗവൺമെൻറ്റിൻ്റെ മുൻപിൽ അതായത് സ്പോർട്സ് കൗൺസിലിൻ്റെ മുൻപിൽ വെക്കുന്നതിനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. കേരള സ്റ്റേറ്റ് ഒളിമ്പിക് അസോസിയേഷൻ ഭാരവാഹികളും ഈ പ്രവർത്തനത്തിന് പിന്തുണ നൽകിയിട്ടുണ്ട് എന്നുള്ളതും ഈ അവസരത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഈ 2 ദിവസമായിട്ട് കേരള ഒളിമ്പിക് അസോസിയേഷനെ പ്രതിനിധീകരിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരും ഇവിടെ ഉണ്ടല്ലോ. നിങ്ങൾക്കറിയാമല്ലോ കുട്ടികളുടെ ഒരു ആവേശം.
അവർക്ക് കിട്ടുന്ന അംഗീകാരം അതാണ് കേരള സ്റ്റേറ്റ് സെൻട്രൽ സ്കൂൾ സ്പോർട്സിൻ്റെ ജനറൽ കൺവീനർ എന്ന നിലയിൽ ഈ 5 വർഷക്കാലത്തെയും ജനറൽ കൺവീനറായിരുന്ന എന്ന നിലയിൽ ഞങ്ങളുടെ ഗ്രൂപ്പിനും എനിക്കുമുള്ള പ്രത്യേക അഭിമാനം ഈ കുഞ്ഞുങ്ങളുടെ സന്തോഷം. അർഹതപ്പെട്ടവരെ കണ്ടെത്തുക, അവരെ പ്രോത്സാഹിപ്പിക്കുക, അതാണ് ഞങ്ങളുടെ ലക്ഷ്യം.